നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ച് ഉത്തരവായിരിക്കുന്നു. പാലക്കാട് സെഷൻസ് കോടതി ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ സംസാരിക്കുകയാണ്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയണു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. മോൾക്ക് ജോലി നൽകാമെന്ന് പോലും വിധിയിലുണ്ട്. ജോലി നൽകണമെന്നത് കൂടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ പറയുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയും പുറത്തിറങ്ങിയാൽ നിങ്ങളെയൊക്കെ വധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധി. നാട്ടിലേക്ക് പോകാം, അങ്ങനെ പോകുമോ നിങ്ങളുടൻ? ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ വെച്ചിരിക്കുന്ന അച്ഛമ്മന്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല. ഇപ്പോൾ 20 ലക്ഷം രൂപ പിഴ നൽകണമെന്നാണ് പറയുന്നത്. കുറേയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആകെ മോശം അവസ്ഥയിലാണല്ലോ. അത് ഒരു വലിയ സഹായമാവും തോന്നുന്നു. അതെ, സഹായമാവും തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കോടതി വരാന്തിയിൽ നിൽക്കുമ്പോൾ ചെന്താമര പലപ്പോഴും നോക്കി പേടിപ്പിക്കാറുണ്ട്, വലിയ ഭയം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പൊ ഇന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പൊ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയറ് കൊടുത്ത് എന്തായാലും പക്ഷേ പ്രതിഭാഗം വീണ്ടും അപ്പീലിന് പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പീല് പോയാൽ നമ്മളും അപ്പീലിന് പോകും. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. സന്തോഷം അല്ലേ? സന്തോഷം. എല്ലാവരോടും നന്ദിയുണ്ട്.